നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ ജോൺ ബ്രിട്ടാസ് എംപിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തമ്മിൽ രൂക്ഷമായ വാക്പോര്. കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ബ്രിട്ടാസ് ഉയർത്തിയത്. വഖഫിനെ പറ്റി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ ABCD അറിയില്ലെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. വഖഫ് ബോർഡിൽ നിന്നും മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും ബ്രിട്ടാസ് പറഞ്ഞു. ക്രിസ്ത്യാനികളുടെ പേരിൽ BJP മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. പക്ഷേ ജബൽപൂരിൽ കഴിഞ്ഞ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടന്നു. കഴിഞ്ഞ വർഷം മാത്രം 700ഓളം ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. മണിപ്പൂരിൽ 200-ലേറെ പള്ളികൾ ഇവർ കത്തിച്ചു. ഇവർ 2-3 ദിവസമായി ക്രിസ്ത്യാനി മുനമ്പം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ? പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ? ഗ്രഹാം സ്റ്റെയിൻസിനെ മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്നത്? ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട്, 30 വെള്ളിക്കാശിനെ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത കഥാപാത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. കഴിഞ്ഞ ദിവസം കുരിശിന്റെ പേരും ക്രിസ്ത്യാനിയും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിനെ പോലെയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞു, എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്. ആരാണെന്നറിയാമോ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷയത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിയമത്ത് അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റുപറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ വൈകാതെ തിരുത്തും. പേടിക്കേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, മുനമ്പത്തെ ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെടില്ല. ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപനമാണ്. അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. 5 ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ മുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങളുടെ ആരുടെയും ഓശാരം വേണ്ട. മസ്ജിദ് മറച്ചു മൂടിയിരുന്നത് പോലെ കേരളത്തിലെ ഒരു ആരാധനാലയവും മറക്കേണ്ടി വരില്ല. ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല. എവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അത് അവിടെയുണ്ട്. അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ ആ കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ മുനമ്പം എന്ന് പറയുന്നു. ഉത്തരേന്ത്യയിൽ നിന്ന് എത്രയോ 10,000-കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പയച്ചു. 50,000-ലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത്. എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു. നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല. എത്രയോ പള്ളികൾ തകർത്തു. നിങ്ങൾ എമ്പുരാനിലെ മുന്നയാണ്. നിങ്ങൾ മുന്നയാണ്. ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളികൾക്കുണ്ട്. അതുകൊണ്ട് ഞാനൊരു അപേക്ഷ കൊടുക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ ബിൽ പിൻവലിക്കണം. സാമുദായിക സൗഹാർദ്ദം വേണമെങ്കിൽ, ജനങ്ങളെ തുല്യരായി പരിഗണിക്കുന്നുണ്ടെങ്കിൽ, ദൈവങ്ങളെ തുല്യരായി പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇത് പിൻവലിക്കണം. ബ്രിട്ടാസിന്റെ പ്രസംഗത്തിന് പിന്നാലെ സുരേഷ് ഗോപി മറുപടിയുമായി എണീറ്റു. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: എമ്പുരാന് വേണ്ടി ശബ്ദമുയർത്തുന്ന ജോൺ ബ്രിട്ടാസിനോ കേരള മുഖ്യമന്ത്രിക്കോ TP51 ലെഫ്റ്റ് സിനിമകളുടെ റിലീസ് അനുവദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു. എന്നിട്ട് വേണം അവർ എമ്പുരാന് വേണ്ടി ശബ്ദമുയർത്താനെന്നും ബ്രിട്ടാസിനുള്ള മറുപടിയായി അദ്ദേഹം പറഞ്ഞു. എമ്പുരാൻ ചിത്രത്തിലെ ഭാഗങ്ങൾ ഒഴിവാക്കാനോ ചിത്രം റീസെൻസർ ചെയ്യാനോ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് മേൽ യാതൊരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് താൻ ഈ പറയുന്നത്. ചിത്രത്തിലെ ടൈറ്റിൽ കാർഡിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ ആദ്യം ബന്ധപ്പെട്ടതും താനാണ്. ഇതാണ് സത്യം. ഈ പറഞ്ഞ കാര്യം കളവാണെങ്കിൽ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറാണ്. ചിത്രത്തിലെ 17 ഭാഗങ്ങൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം സംവിധായകന്റെ സമ്മതത്തോടുകൂടി നിർമ്മാതാക്കളുടെയും ചിത്രത്തിലെ പ്രധാന നടന്റേതുമായിരുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ നാട്ടിൽ നടക്കുന്നത് രാഷ്ട്രീയ സർക്കസ് ആണെന്നും അതുവഴി തന്റെ രാഷ്ട്രീയ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുനമ്പ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റു പലതും പൊള്ളിയിട്ടുണ്ട്. ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കുമെന്നും ബ്രിട്ടാസിനോടായി അദ്ദേഹം പറഞ്ഞു. ഈ രാഷ്ട്രീയ പാർട്ടി 800ഓളം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയിട്ടുള്ളത്. അവരുടേത് കൊലപാതക രാഷ്ട്രീയമാണ്. മുനമ്പത്ത് 600ഓളം കുടുംബങ്ങളെ ചതിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുക്കുകയല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങളെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വഖഫ് ഭൂമിയുടെ പേരിൽ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ ആശങ്കാകുലരായിട്ട് കാലമേറെയായി. ഇന്നലെ വരെ തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് പെട്ടെന്ന് വഖഫ് ഭൂമിയാണെന്ന ഗണത്തിൽ ഉൾപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി പോകേണ്ടി വരും. CPMന്റെ തന്ത്രത്തിലാണ് മുനമ്പത്തുകാർ വീണത്. മുനമ്പത്തിന് പിന്നാലെ ചാവക്കാടും വഖഫ് ഭൂമി കണ്ടെത്തിയതായി ബോർഡ് അവകാശവാദം ഉന്നയിച്ചു. മരുമകനെ ഭാവി മുഖ്യമന്ത്രിയാക്കാൻ വെമ്പൽ കൊള്ളുന്ന മുഖ്യമന്ത്രിയാണ് വഖഫ് വിഷയം ഇത്രത്തോളം ഗുരുതരമാക്കിയത്.
14 ഭേദഗതികളോടെ വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം ലഭിച്ചത്. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളി. 44 ഭേദഗതികളാണ് ആകെ നിർദ്ദേശിച്ചത്. 10 എംപിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ 16 പേർ എതിർത്തു. വോട്ടെടുപ്പിൽ പ്രതിപക്ഷ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നും ഇതേ തുടർന്ന് നിർദ്ദേശങ്ങൾ തള്ളിയതായും സമിതിക്ക് നേതൃത്വം നൽകുന്ന BJP അംഗം ജഗദംബിക പാൽ പറഞ്ഞു. വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വഖഫ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത്. ഭേദഗതി ബിൽ പ്രകാരം അമുസ്ലിങ്ങളായ 2 പേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും. വഖഫ് കൗൺസിലിന് ഭൂമി അവകാശപ്പെടാൻ കഴിയില്ല എന്നതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വഖഫിന്റെ പേരിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാനാണ് CPM ശ്രമിക്കുന്നത്. വഖഫ് ഭൂമി കേരളത്തിൽ നീറുന്ന പ്രശ്നമാണ്. ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വരുമാനവും പ്രതീക്ഷിക്കാത്ത ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചാണ് ഒരു വസ്തു വഖഫ് ചെയ്യുന്നത്. തടഞ്ഞു വെക്കുക, വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഉത്ഭവം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, പള്ളികൾ, ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് സാധാരണ ഭൂമി വഖഫ് ചെയ്യാറുള്ളത്. ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നും ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കും എന്ന് ചുരുക്കം. വഖഫ് വസ്തു പരിപാലിക്കുന്നത് ഒരു മുത്തവല്ലിയാണ്. എന്നാൽ മേൽനോട്ടക്കാരൻ എന്നതിനപ്പുറം മുത്തവല്ലിക്ക് വഖഫിൽ അവകാശവും ഉണ്ടായിരിക്കില്ല. 1954 കേന്ദ്ര സർക്കാർ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിയമം കൊണ്ടുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്ര തലത്തിൽ വഖഫ് കൗൺസിലും സ്ഥാപിച്ചു. ഈ നിയമം റദ്ദാക്കി 1955 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പാക്കി. 2013 മറ്റൊരു ഭേദഗതി കൂടി വന്നു. ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വഖഫിന്റെ പ്രവർത്തനം. ഓരോ സംസ്ഥാനത്തിനും ഓരോ വഖഫ് ബോർഡുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, രേഖകൾ സൂക്ഷിക്കൽ, ഉപയോഗ നിരീക്ഷിക്കൽ, ജീവകാരുണ്യമാണ് വിനിയോഗത്തിന്റെ അടിസ്ഥാനം എന്ന് ഉറപ്പാക്കൽ തുടങ്ങിയവയാണ് വഖഫ് ബോർഡുകളുടെ ഉത്തരവാദിത്തം. വ്യക്തിഗത വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലികളെ നിയമിക്കുന്നതും വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന കേന്ദ്ര സംവിധാനമാണ് വഖഫ് കൗൺസിൽ. വഖഫ് സ്വത്തുക്കൾ ഇസ്ലാമിക തത്വങ്ങൾക്ക് അനുസൃതമായും സാമൂഹിക ക്ഷേമത്തിനും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ, വഖഫ് ബോർഡുകളുടെ ഏകോപനം, നയരൂപീകരണം, തർക്ക പരിഹാരം തുടങ്ങിയവയാണ് വഖഫ് കൗൺസിലിന്റെ ചുമതല. കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ബദൽ തർക്ക പരിഹാര സംവിധാനമാണ് വഖഫ് ട്രൈബ്യൂണലുകൾ. ഓരോ സംസ്ഥാനത്തും ഓരോ ട്രൈബ്യൂണൽ ഉണ്ടാകും. വഖഫ് ബോർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനം. സിവിൽ കോടതിക്ക് അധികാരങ്ങൾ ട്രൈബ്യൂണലിലുമുണ്ട്. ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമവും കക്ഷികൾക്ക് ബാധകവുമാണ്. ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 3 അംഗങ്ങൾ ഉണ്ടാകും. ചെയർപേഴ്സൺ ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും. ക്ലാസ് 1-ൽ കുറയാത്ത റാങ്കുള്ള ജില്ലാ സെഷൻ സിവിൽ ജഡ്ജ്, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള ഒരു വ്യക്തി എന്നിവരാണ് ട്രൈബ്യൂണലിൽ ഉണ്ടാകുക.